അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ആദർശ അനുഷ്ഠാന ആചാര വൈചിത്ര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു എപ്പിസോഡ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേതിൽ ദൈവത്തെ സംബന്ധിച്ച് അള്ളാഹു അല്ലെങ്കിൽ ഈശ്വരൻ, ദൈവം, ബ്രഹ്മം ഈ രീതിയിലൊക്കെ പറയപ്പെടുന്ന ആ ശക്തിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളെ പറ്റിയാണ് പറയുന്നത്. ഇനി സൃഷ്ടിയെ സംബന്ധിച്ചാണ് ചില സംഗതി പറയാനുള്ളത്. ഇവിടെ ഖുർആന് സൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള സംഗതിയാണ്. എങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത് എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു വേദത്തിലും മറുപടി കണ്ടെത്തുക സാധ്യമല്ല. കാരണം അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടതെന്നുള്ളത് വേദങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹു സൃഷ്ടി നടത്തുന്നു, അല്ലെങ്കിൽ ബ്രഹ്മം, അല്ലെങ്കിൽ കർത്താവ് യഹോവ സൃഷ്ടി നടത്തുന്നു, ഇത്രയേ ഉള്ളൂ. അത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി കിട്ടുക പ്രയാസമാണ്. എന്നാൽ വിശുദ്ധ ഖുർആന് ഈ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം വഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ എന്നാണ്. അള്ളാഹു ഒരു സംഗതി തീരുമാനിച്ചാൽ അതിനോടുണ്ടാവുക എന്ന് പറയേണ്ട താമസം അതുണ്ടായിത്തീരും എന്നാണ്. ഇദാ ഖളാ അംറൻ ഇതാ അറാദ ഷൈഅൻ എന്നൊക്കെയുള്ള രീതിയിൽ ഖുർആൻ പല ശൈലിയിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇത് 6 തവണയാണ് വിശുദ്ധ ഖുർആൻ ഇത് പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര പെട്ടെന്ന്, അതായത് മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത അത്രയ്ക്ക് പെട്ടെന്ന് സൃഷ്ടി നടത്താൻ കഴിയുമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പരമമായിട്ടുള്ള ശക്തിയെ ദ്യോതിപ്പിക്കുന്ന ഒരു പ്രസ്താവനത്. എന്നാൽ അങ്ങനെയാണോ അള്ളാഹു സൃഷ്ടി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും ബൈബിൾ പഴയ ഉൽപ്പത്തി പുസ്തകവും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പം 6 ഘട്ടങ്ങൾ, അവിടെ അറബി ഭാഷയിൽ ഖുർആനിൽ യൗമ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പക്ഷെ യൗമ എന്നത് നമ്മൾ ഇന്നെണ്ണുന്ന ഭൂമിയിലെ 24 മണിക്കൂർ എന്ന അർത്ഥത്തിലല്ല ഖുർആൻ പലപ്പോഴും യൗമ ഉപയോഗിക്കാറുള്ളത്. ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ എല്ലായിടത്തും ഖുർആൻ ആ അർത്ഥത്തിലല്ല അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 6 ഘട്ടങ്ങളിലായിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുന്നത് വളരെ അവധാനതയോടു കൂടിയാണ് എന്നുള്ളതാണ്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ അവിടെ വളരെയേറെ സമയമെടുത്തുകൊണ്ടാണ് സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായതുകൊണ്ട്, അവൻ സമയത്തിന് അതീതനായതുകൊണ്ട് അവിടെ ഈ നമ്മൾ പറയുന്ന ഈ ദൈർഘ്യവും അല്ലെങ്കിൽ ഹ്രസ്വതയൊന്നും അവിടെ അനുഭവപ്പെടില്ല. ഇതൊക്കെ പറയുന്നത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ്. അപ്പോൾ ആ നിലക്കാണ് 6 ഘട്ടങ്ങളിലായിട്ടാണ് ഖുർആൻ അള്ളാഹു സൃഷ്ടി നടത്തിയിട്ടുള്ളതെന്ന് പറയുന്നത്. അതിൽ തന്നെ 4 ഘട്ടം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എടുത്തിട്ടുള്ളതെന്നാണ്. ബാക്കി പ്രപഞ്ചത്തിൻ്റെ ആകാശമെന്ന് പറയുന്ന ഭൂമി ഒഴിച്ചുള്ള ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 2 ഘട്ടങ്ങളിലായിട്ടാണ് അതിനെ സൃഷ്ടിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുർആനിലെ 41-ാമത്തെ സൂറത്ത് ഫുസ്സില, അതിൽ ഈ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖലഖൽ അർള ഫീ യൗമൈനി, ഭൂമിയെ അള്ളാഹു 2 ഘട്ടങ്ങളിലായിട്ട് സൃഷ്ടിച്ചു.
എന്നിട്ട് പിന്നെ പറയണത് വജഅല ഫീഹ റവാസിയ മിൻ ഫൗഖിഹ വബാറക ഫീഹ വഖദ്ദറ ഫീഹ അഖ്വാതഹ. ആ ഭൂമിയിൽ അള്ളാഹു പർവ്വതങ്ങൾ സ്ഥാപിച്ചു, അതിലവൻ അനുഗ്രഹം ചൊരിഞ്ഞു, അതിൽ ജീവജാലങ്ങൾക്കുള്ള കൂത്ത്, അവയുടെ ഭക്ഷ്യവിഭവങ്ങൾ അല്ലെങ്കിൽ അവയുടെ മറ്റ് ഏത് രീതിയിലുള്ള വിഭവങ്ങളും അവൻ നിർണയിച്ചു. അപ്പോൾ ഈ ഭൂമിയുടെ സൃഷ്ടിപ്പും ഈ പർവ്വതങ്ങൾ സ്ഥാപിക്കുക, അതിൽ അനുഗ്രഹങ്ങൾ ചൊരിയുക, അതിലെ വിഭവങ്ങൾ നിർണയിക്കുക തുടങ്ങിയുള്ള ഈ എല്ലാ കാര്യങ്ങളും കൂടി നടക്കുന്നത് 4 ഘട്ടങ്ങളിലായി. ഫി അർബഅത്തി അയ്യാം, 4 ഘട്ടങ്ങളിലായിട്ടാണ്. പിന്നെ ആകാശത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് സുമ്മസ്തവ ഇലസ്സമായി വഹിയ ദുഖാൻ. പിന്നെ അള്ളാഹു ആകാശത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു, അത് ഒരു വാതകമായിരുന്നു. ഫഖാലലഹ, അങ്ങനെ അള്ളാഹു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷം ഈ ആകാശഭൂമികളോട് ഫഖാലലഹ വല്ലർളി തിയാ തൗഅൻ ഔ കർഹൻ, എൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ട്, സ്വമേധയാ വിധേയമായിട്ട് അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറായിക്കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ ആകാശഭൂമികൾ അത് സ്വമേധയാ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, നിർബന്ധത്തിന് വഴങ്ങിയല്ല. എന്നിട്ട് പറഞ്ഞു ഫഖലാഹുന്ന സബഅ സമാവാത്തിൻ, ആകാശത്തെ അള്ളാഹു 7 ആകാശമായിട്ട് നിർണയിച്ചു. അത് ഫി യൗമൈനി, 2 ഘട്ടങ്ങളിലായിട്ടാണെന്ന്. വൗഹാ ഫി കുല്ലി സമായിൻ അംറഹ, എന്നിട്ട് ഓരോ ആകാശത്തിനും അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകി. ഉദയ്യന്ന സമാ അദ്ദുന്യാ ബി മസാബിഹ വഹിഫുള, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശത്തെ ദീപങ്ങൾ കൊണ്ട്, നക്ഷത്രങ്ങളാവുന്ന ദീപങ്ങൾ കൊണ്ട് അവൻ അലങ്കരിച്ചു, അതിനെ സുരക്ഷിതമായിട്ടുള്ള ഒരു സംവിധാനമാക്കി നിലനിർത്തുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഖുർആന് പലയിടത്തും വിശദീകരിച്ചിട്ടുള്ള, എന്നാൽ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഒന്നും ഖുർആൻ പോകുന്നില്ല, കാരണം അത് മനുഷ്യൻ കണ്ടെത്തേണ്ട ഒരു സംഗതിയാണ്. അവൻ ഭാവിയിൽ പഠനം നടത്തി മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഈ ആകാശഭൂമികളുടെ സംവിധാനത്തിൻ്റെ അതിൻ്റെ ഏത് രൂപത്തിലായിരിക്കും അത് സംഭവിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ അതിന് എത്രത്തോളം കാലെടുത്തിട്ടുണ്ടാവും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ പഠനത്തിലൂടെ കണ്ടെത്തേണ്ട സംഗതി ആയതുകൊണ്ടാണ് ഖുർആൻ അത് വിശദമായിട്ട് ചർച്ച ചെയ്യാതെ പോയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഖുർആൻ ഇത്തരം സംഗതികൾ, ശാസ്ത്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി അവതരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥവുമല്ല. അള്ളാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ ശക്തിയും ഒക്കെ തെളിയിക്കാൻ പോന്ന ചില ദൃഷ്ടാന്തങ്ങൾ പറയുക എന്ന അർത്ഥത്തിലാണ് അള്ളാഹു ഇവിടെ ഖുർആനിൽ ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും മറ്റ് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുന്നത്. ബാക്കി മനുഷ്യൻ കണ്ടെത്തേണ്ടതാണ്. ഇനി ബൈബിളിലേക്ക് നമ്മൾ കടന്നാൽ അവിടെയും പറയുന്നത് 6 ഘട്ടങ്ങളിലായിട്ട് തന്നെയാണ്. അവിടെയും ദിവസം എന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 6 ഘട്ടങ്ങളിലായിട്ടാണ് സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്ന് ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിലും പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഖുർആനിലേതിനേക്കാൾ ഓരോ ദിവസവും എന്ത് നടന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഇവിടെ പറയുക എന്നുള്ള ഉദ്ദേശമല്ല. 1-ാമത്തെ ദിവസം ഇന്നത് നടന്നു, 2-ാം ദിവസം ഇന്നത് നടന്നു, 3-ൽ ഇന്നത് നടന്നു, 4-ൽ ഇന്നത് നടന്നു, 5-ൽ ഇന്നത് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 6-ാമത്തെ ദിവസമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അതായത് 6-ാമത്തെ ഘട്ടത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്ന് പറയും. ഇനി നമ്മൾ ഹൈന്ദവ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ അവിടെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതിയാണ് നമുക്ക് കാണാൻ കഴിയുക. വ്യത്യസ്തം എന്ന് പറയുമ്പോഴും ഇതിൽ ചിലത് ബൈബിളും ഖുർആനുമായിട്ടൊക്കെ സാമ്യത പുലർത്തുന്ന ചില വശങ്ങളും അതിലുണ്ട് എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഖുർആനിൻ്റെയും ബൈബിളിൻ്റെയും പ്രയോഗങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും അതിൽ പറഞ്ഞു കാണാവുന്നതാണ്. നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് അവലംബിച്ചിട്ടുള്ളത് മനുസ്മൃതിയാണ്. അപ്പോൾ മനുസ്മൃതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അനന്തരം ദൈവം അരുൾ ചെയ്തു,
മനുസ്മൃതിയിൽ പറയുന്നത് ബ്രഹ്മമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർത്താവ്, അല്ലെങ്കിൽ യഹോവ എന്നൊക്കെ പറയുന്നതിൻ്റെ സ്ഥാനത്ത് ഹൈന്ദവ വേദങ്ങളിൽ ഉപയോഗിച്ചുള്ളത് ബ്രഹ്മെന്നാണ്. ഈ ബ്രഹ്മത്തെ പരമാത്മാവ് എന്ന് പറയും. പരമാത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മത്തിനാണ്. പരമാത്മാവ് സ്വശരീരത്തിൽ നിന്ന് നാനാതരം സൃഷ്ടികളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു, അവൻ സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഒരു സംഗതി ഉണ്ടാവണമെന്ന് പറയേണ്ട താമസമേ ഉള്ളൂ, അപ്പോഴേക്ക് അത് ഉണ്ടായിത്തീരും. അതിന് മാത്രം ശക്തനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ മനുസ്മൃതിയിൽ പറയുന്നത് പരമാത്മാവ് സ്വശരീരത്തിൽ നിന്ന് നാനാതരം പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. അവൻ ധ്യാനിച്ചു. ആദ്യം ജലത്തെ സൃഷ്ടിച്ചു. ആ ജലത്തിൽ ശക്തിരൂപമായ ബീജം നിക്ഷേപിച്ചു. ജലത്തിൽ ശക്തിരൂപമായ ബീജം നിക്ഷേപിച്ചു. ആ ബീജം സൂര്യനു തുല്യം പ്രഭയുള്ള സുവർണ സദൃശമായ അണ്ഡമായി മാറി. ആ അണ്ഡത്തിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. ബ്രഹ്മാവ് സർവലോക പിതാവും ഹിരണ്യ ഗർഭനുമാണ്. ജലത്തിന് നാരം എന്ന് പറയും. അതുകൊണ്ട് ജലം എന്നുള്ളത് പരമാത്മാവിൻ്റെ വാസസ്ഥലമാണ്. അതിനാൽ പരമാത്മാവിനെ, അതായത് ബ്രഹ്മത്തെ നാരായണൻ എന്ന് പറയുന്നു. നാരത്തിൽ, അതായത് ജലത്തിൽ വസിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ബ്രഹ്മത്തെ നാരായണൻ എന്ന് പറയുന്നു. ഈ നാരായണനാണ്, അതായത് ബ്രഹ്മമാണ്, പരമാത്മാവാണ് ജലത്തിൽ ബീജം നിക്ഷേപിച്ച് ആ ബീജം അണ്ഡമായി തീർന്നിട്ടുള്ളത്. ആ അണ്ഡത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. ബ്രഹ്മാവിനെ ബ്രഹ്മാവ് എന്ന് പറയാൻ കാരണം എന്താണ്? ബ്രഹ്മത്താൽ ഉൽപ്പാദിതനാണ് ബ്രഹ്മാവ് എന്നതുകൊണ്ടാണ് ബ്രഹ്മാവ് എന്ന് ബ്രഹ്മാവിനെ പറ്റി പറയുന്നത്. ബ്രഹ്മത്താൽ ഉൽപ്പാദിതനായതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ബ്രഹ്മം ജലത്തിൽ നിക്ഷേപിച്ച ബീജം അണ്ഡമായി, ആ അണ്ഡത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ബ്രഹ്മാവ് ആ അണ്ഡത്തിൽ ഒരു വത്സരമാണ് കഴിച്ചു കൂട്ടിയിരുന്നത് ഈ അണ്ഡത്തിൽ. എന്നിട്ട് ബ്രഹ്മാവ് ഈ അണ്ഡത്തോട് കൽപ്പിച്ചു, അതായത് ആത്മധ്യാനം കൊണ്ട് ആ അണ്ഡത്തെ രണ്ടായി പിളർത്തു. അപ്പോൾ രണ്ടായി പിളർത്തപ്പോൾ അതിന് മുകളിലുള്ളൊരു ഭാഗവും അടിയിലുള്ളൊരു ഭാഗമുണ്ട്. അണ്ഡത്തിൻ്റെ മുകൾ ഭാഗം കൊണ്ട് സ്വർഗവും അടിയിലെ ഭാഗം കൊണ്ട് ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമിയോടൊപ്പം ഈ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള ആകാശം, അതുപോലെ തന്നെ കടൽ, 8 ദിക്കുകൾ, അതായത് ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ള ആകാശവും 8 ദിക്കുകളും സമുദ്രവും, ഇതൊക്കെ ഈ അടിയിൽ, അതായത് ഈ അണ്ഡത്തിൻ്റെ 2 ഭാഗമായിട്ട് ഭാഗിച്ച അടിയിലെ ഭാഗം കൊണ്ടാണ് ഭൂമി, ആകാശം, അതുപോലെ തന്നെ 8 ദിക്കുകൾ, സമുദ്രം, ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ യോജിപ്പ് വരുന്നത് ഖുർആനും ബൈബിളുമായിട്ടാണ്. പക്ഷേ അവിടെ തന്നെയും ബൈബിളിൽ ഓരോ ദിവസവും എങ്ങനെയാണ് സൃഷ്ടി നടത്തിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഖുർആൻ അത് സംക്ഷിപ്തമായിട്ട് 6 ഘട്ടങ്ങളിലായിട്ട് സൃഷ്ടിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. അതിലേറ്റവും വിശദീകരണം കൊടുത്തിട്ടുള്ളത് സൂറത്ത് ഫുസ്സിലയിൽ ഭൂമിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 ഘട്ടം എടുത്തുവെന്നും ആകാശവുമായി ബന്ധപ്പെട്ട സൃഷ്ടിപ്പിന് 2 ഘട്ടം എടുത്തു എന്നത് മാത്രമാണ്. ബാക്കി ഖുർആനിൽ നമ്മൾ എവിടെ തന്നെ പരിശോധിച്ചാലും അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് 6 ഘട്ടങ്ങളിൽ ആയിട്ട് അള്ളാഹു ആകാശഭൂമികളെ, അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നത് മാത്രമാണ്. എന്നാൽ മനുസ്മൃതിയിൽ പറയുന്നതനുസരിച്ച് ഈ രീതിയിലൊന്നുമല്ല സൃഷ്ടിപ്പ് നടക്കുന്നത്. സൃഷ്ടിക്കാൻ ദൈവം, ബ്രഹ്മം ഉദ്ദേശിച്ചപ്പോൾ അവൻ ജലത്തിൽ ശക്തിയുടെ പര്യായമായിട്ടുള്ള ഒരു ബീജം നിക്ഷേപിച്ചു. ആ ബീജം ഒരു അണ്ഡമായി തീർന്നു. ആ അണ്ഡത്തിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ദൈവം വേറെ സൃഷ്ടിയൊന്നും നടത്തുന്നില്ല. ബ്രഹ്മാവ് പിന്നെ ജനിക്കാൻ പാകത്തിൽ ഈ അണ്ഡം പിന്നെ ഉൽപ്പാദിപ്പിക്കുകയും ആ അണ്ഡത്തിൽ നിന്ന് ബ്രഹ്മാവ് ജനിക്കുകയും ചെയ്തത് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ സൃഷ്ടിപ്പ് എങ്ങനെ നടന്നു, ആര് നടത്തി? ഖുർആൻ പറയുന്നത് പോലെ അള്ളാഹു ആണോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അള്ളാഹു ആണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നാണോ പിന്നെ മനുസ്മൃതി അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മത്തിൽ പറയുന്നത്? അതുപോലെ ബൈബിളിൽ പറയുന്നത് പോലെ യഹോവ കർത്താവാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നതൊക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ്.